എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ഡക്ക് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ചേരുവകൾ: അതിനൊരു ഡക്ക്, 25 ഗ്രാം ഡക്ക് മസാല, കറിവേപ്പില, ഉപ്പ് ഇവ ചേർത്ത് ഇളക്കി ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചു. അതിനുശേഷം അതിലേക്ക് വേണ്ടതായ ചേരുവകൾ: 3 തക്കാളി, പിന്നെ 2 സവാള, പെരിഞ്ചീരകം, നല്ല ജീരകം, ഗ്രാമ്പു, ഏലക്ക. പിന്നെ ഇഞ്ചി 2 കഷ്ണം, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് കറിവേപ്പിലയും 2 സവാളയും വറ്റൽമുളകും നമുക്ക് വറുത്ത് കോരി അവസാനം ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. മല്ലിയില, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. വഴറ്റിയെടുക്കാൻ നമ്മൾ വച്ചിരിക്കുന്നത് കൂടാതെ ബാക്കി എല്ലാ ചേരുവകളും ബൗളിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സവാള, കറിവേപ്പില, വറ്റൽമുളക് ഇവ ഇട്ട് കൊടുത്ത് ഇളക്കി നല്ല ബ്രൗൺ നിറമാകുമ്പോൾ വഴറ്റി കോരി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കണം. അത് ഇളക്കി ഇടയ്ക്കൊക്കെ മൂടി വയ്ക്കണം. മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്ക് അത് മൂടി തുറന്ന് ഇളക്കി നോക്കണം. അങ്ങനെ ഒരു 10-15 മിനിറ്റോളം അങ്ങനെ വയ്ക്കണം. അത് കഴിയുമ്പോൾ അത് പതുക്കെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമ്മളത് ഇളക്കി അതിലേക്ക് ഡക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റോളമായി. നമ്മൾ ഡക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഡക്ക് നമ്മൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കണം. ഇടയ്ക്ക് നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് അങ്ങനെ ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ അത് വെന്ത് വരും. കറക്റ്റ് 45 മിനിറ്റ് സ്ലോയിൽ നമ്മൾ തിളച്ച് വരുമ്പോൾ സ്ലോയിലാക്കി വയ്ക്കണം. അപ്പോൾ തിളച്ചിങ്ങനെ വരും. അടിപൊളി ഡക്ക് റോസ്റ്റ് റെഡി.